ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ പൊരിച്ച പത്തിരി ഉണ്ടാക്കാനായിട്ട് അരി കുതിർത്ത് വെക്കണം, പിന്നെ അതിനുശേഷം അരച്ചെടുക്കണം. അപ്പോൾ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, എന്നാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച പത്തിരി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് ടൈപ്പ് പുട്ടുപൊടിയും എടുക്കാം. ഞാനിപ്പോൾ ഈ പുഴുങ്ങലരിയും അതുപോലെ പച്ചരിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1/2 കപ്പ് മൈദ എന്ന കണക്കിലാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഈ പുട്ടുപൊടിയും മൈദയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നാൽ നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒരു അരപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തരിതരിപ്പായിട്ടാണ് ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി മിക്സ് ചെയ്ത് വെച്ച പുട്ടുപൊടിയിലേക്ക് ഈ തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം നല്ല തിളച്ച വെള്ളമാണ്, അപ്പോൾ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പുട്ടുപൊടി നന്നായിട്ട് നനയുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന വരെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും ഞാനിതൊന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ബോളും എടുത്തിട്ട് നമുക്ക് പത്തിരിയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബട്ടർ പേപ്പറാണ്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ റോളർ ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ ഈ ബട്ടർ പേപ്പറിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാവിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഒരു ലെമൺ സൈസിൽ ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ നമുക്ക് ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു സ്റ്റീൽ പ്ലേറ്റ് അതല്ലെങ്കിൽ ഇതുപോലൊരു സൈസിലുള്ള ബൗൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എടുക്കുമ്പോൾ ഒരു പൂരിയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറിലൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. പൂരിയേക്കാളും കുറച്ചുകൂടെ കട്ടിയിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിനേക്കാളും എളുപ്പം നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒരുമിച്ച് എല്ലാം പരത്തിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നേരെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. അതിനുശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. പിന്നെ ഇത് സാധാ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പെട്ടെന്ന് ഇത് പൊങ്ങി വരില്ല, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ആ പൊങ്ങി വരാനുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതാണ്. 2 വശവും ഒന്ന് ബ്രൗൺ നിറമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പൊരിച്ച പത്തിരിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നമ്മൾ സാധാ പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെയൊക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല മുളകിട്ട മീൻകറിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇത് ഒരുപാട് സമയം തന്നെ ഈ പഫ്നെസ്സൊക്കെ ഇതുപോലെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്